ഡോക്ടർ അനിൽ മുഹമ്മദിനെതിരെ വാളെടുക്കുന്നവർ ഓർക്കുക, കേരളത്തിലെ ഏറ്റവും മികച്ച സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിൽ ഒന്നാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. അദ്ദേഹം ഗവൺമെന്റ് ജോലിയിൽ വർക്ക് ചെയ്തപ്പോൾ CPM-കാർക്ക് അദ്ദേഹത്തോട് ഇഷ്ടമില്ലാത്തത് കാരണം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. ഇപ്പം കോൺഗ്രസ് സർക്കാർ വന്ന് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ എതിർപ്പുമായി വരുന്നത് സമസ്തയുടെ സുപ്രഭാതമാണ് എന്നുള്ളത് വിഷമകരമായ വേദനാജനകമായ ഒരു കാര്യമാണ്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻസ് സിനിമയിൽ രസകരമായ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് മമ്മൂട്ടി പത്മശ്രീക്ക് ശ്രമിക്കാൻ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ ക്രിസ്ത്യാനിയാണ്, പത്മശ്രീക്ക് ശ്രമിക്കാൻ അവിടുത്തെ പള്ളിയിലച്ചനെ കാണാൻ പോകും. പള്ളിയിലച്ചൻ പറയും, ഈ രീതിയിലല്ല നമ്മൾ നോക്കേണ്ടത്, ഗാന്ധിയൻ മാർഗമൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് വെളിയിലിറങ്ങും. അപ്പോൾ നായരായ ഇന്നസെന്റിന്റെ കഥാപാത്രം മമ്മൂട്ടിയുടെ ക്രിസ്ത്യൻ കഥാപാത്രത്തോട് പറയും, അല്ലെങ്കിൽ ഒരു നസ്രാണിക്ക് ഓരോ നസ്രാണിയെ പിടിക്കില്ലല്ലോ. അപ്പോൾ മമ്മൂട്ടിയുടെ ക്യാരക്ടർ തിരിച്ചു പറയും, പിന്നെ നിങ്ങൾ നായന്മാർക്കിടെ വലിയ ഐക്യമാണല്ലോ, പലപ്പോഴും ഒരു നായർക്ക് നായരെ പിടിക്കില്ല എന്ന് നസ്രാണിക്ക് നസ്രാണിയെ പിടിക്കില്ല എന്നും പറയാറുണ്ട്. മുസ്ലിങ്ങൾ അതിലൊരു അപവാദമാണ്. മുസ്ലിം സമൂഹത്തിനിടയിൽ കുറെ കൂടെ ഇന്റർ കമ്മ്യൂണിറ്റി സാഹോദര്യവും സൗഹാർദ്ദവും ഉണ്ടെന്നുള്ളതാണ് വെപ്പ്. പക്ഷേ ഡോക്ടർ അനിൽ മുഹമ്മദിനെതിരെ ഒരു ക്യാമ്പയിൻ സ്വഭാവത്തിൽ സുപ്രഭാതം പല വാർത്തകളും പ്രസിദ്ധീകരിച്ചപ്പോൾ എനിക്കത് വളരെ വിഷമവും വേദനയും തോന്നി. ഇതെല്ലാം സുപ്രഭാതത്തിൽ എന്ന വാർത്തയാണ്. സുപ്രഭാതം സമസ്തയുടെ പത്രമാണ്. ഞാൻ വളരെ ആദരിക്കുന്ന, കേരളം വളരെ ആദരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത. മത ആത്മീയ വിശ്വാസ മേഖലകളിൽ വലിയ സംഭാവന നടത്തിയിട്ടുള്ള, സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വളരെ പോസിറ്റീവായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു പ്രസ്ഥാനം തന്നെയാണ് സമസ്ത. സമസ്തയെ നമുക്ക് എല്ലാം അറിയുന്നത് പോലെ CPM-നോട്, ഇടതുപക്ഷത്തോട് അനുഭാവമുള്ളൊരു വിഭാഗമുണ്ട്. അങ്ങനെയല്ല, മുസ്ലിം മുഖ്യധാരയോട് ചേർന്ന് നിൽക്കുകയും കോൺഗ്രസ് പ്രസ്ഥാനത്തോട് താല്പര്യവും കൂടുതലുള്ള ഒരു വിഭാഗവും ഉണ്ട്. പക്ഷേ സമസ്തയിൽ ഡോക്ടർ അനിൽ മുഹമ്മദിനെ പോലെ പ്രമുഖനായ ഒരു വ്യക്തിക്കെതിരെ, അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നപ്പോൾ എല്ലാം നല്ല പേര് കേൾപ്പിച്ച വ്യക്തിയാണ്, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്ന, വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇത്തരം വാർത്തകൾ വരുന്നത് കൗതുകമുളവാക്കി ആദ്യം, പിന്നീട് അത് ശരിയല്ലെന്ന് തോന്നി. അതോടൊപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതിന് എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, ഡോക്ടർ അനിൽ മുഹമ്മദിനെ വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറുനാടൻ്റെ ഷാജനും നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കം വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. അതായത് അഡ്വക്കേറ്റ് ജയശങ്കർ എനിക്കെതിരെ വീഡിയോ ഉണ്ട്, ഞാൻ അദ്ദേഹത്തിനെതിരെ വീഡിയോ ഇട്ടുണ്ട്, ശ്രീ ഷാജൻ എനിക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ യോജിച്ച് നിൽക്കുന്നതാണ്. അപ്പം സമൂഹത്തിൽ വ്യത്യസ്ത നിലപാടും കാഴ്ചപ്പാടുകളും നിലപാട് തറകളും ഒക്കെ കാണാം. പക്ഷേ യോജിപ്പിന്റെ മേഖലയിൽ, കോമൺ ഗുഡിന്റെ മേഖലയിൽ നമ്മളെല്ലാം ഒരുമിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ശ്രീ അനിൽ മുഹമ്മദിനെ അഡ്വക്കേറ്റ് ജയശങ്കറും ശ്രീ ഷാജനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടത് എനിക്ക് സന്തോഷം തോന്നി. കാര്യം നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും എല്ലാവരെയും വിമർശിക്കൽ മാത്രമല്ല, പോസിറ്റീവായ നന്മയുള്ള ആൾക്കാരെ, സമൂഹത്തിന് പൊതുവെ ഗുണമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പിരിച്ചുവിടാനുള്ള സുപ്രഭാതത്തിന്റെ വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം. പിരിച്ചുവിടാനുള്ള ശുപാർശയ്ക്കിടെ അനിൽ മുഹമ്മദിനെ തിരിച്ചെടുത്തു, വിചിത്രവാദവുമായി സർക്കാർ. അതിൻ്റെ ഒരു കൗതുകം അടുത്തത്, വർഗീയ വീഡിയോ പങ്കുവച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായിരുന്നു. അതായത് അദ്ദേഹം വിമർശന ബുദ്ധിയോടുകൂടി വഖഫിന്റെ വിഷയത്തിൽ അത് വക്കം ഭൂമിയാണ് എന്നുള്ള ശക്തമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. ആ വിഷയത്തിലടക്കം ക്രിസ്ത്യൻ സഭകൾ എടുക്കുന്ന ചില നിലപാടുകളെ ബഹുമാന പുരസരം അദ്ദേഹം വിമർശന ബുദ്ധിയോടെ സമീപിക്കുകയുണ്ടായി. അതിനാണ് വർഗീയ വീഡിയോ പങ്കുവച്ചു എന്ന് പറയുന്നത്. അടുത്ത സുപ്രഭാതത്തിന്റെ അടുത്ത തലക്കെട്ട്, വർഗീയത പറഞ്ഞ സസ്പെൻഷൻ, അനിൽ മുഹമ്മദിനെ ടൂറിസം വകുപ്പിൽ നിയമിക്കാൻ തീരുമാനം. ഇതിന്റെ എല്ലാം തലക്കെട്ടുകളും വളരെ കൗതുകമുള്ളതാണ്. എല്ലാം ശരവേഗത്തിൽ ഇതാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അടുത്തത് സുപ്രഭാതത്തിന്റെ അടുത്ത വാർത്ത, എല്ലാം വ്യത്യസ്ത ദിവസങ്ങളിൽ വന്ന വാർത്തയാണ്. അനിൽ മുഹമ്മദിന് ചട്ടം ലംഘിച്ച് AGM ആയി സ്ഥാനക്കയറ്റവും. സ്പെഷ്യൽ കാറ്റഗറി വരുന്ന ഉദ്യോഗസ്ഥന് മാനേജർ റാങ്ക് വരെയുള്ള സ്ഥാനക്കയറ്റത്തിനെ അർഹതയുള്ളൂ എന്നിരിക്കലാണ് വഴിവിട്ട നിയമനം. പ്രത്യേക ലേഖകനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അനിൽ മുഹമ്മദിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്ന് വളരെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ മറ്റേ വാർത്തയും കൊടുത്തിട്ടുണ്ട്, പിരിച്ചുവിടാനുള്ള ശുപാർശയ്ക്കിടെ അനിൽ മുഹമ്മദിനെ തിരിച്ചെടുത്തു. CAG-യും കണ്ടെത്തി തരികിട. ആ വാക്കുകൾ ഓർത്തു നോക്കുക. CAG-യും കണ്ടെത്തി തരികിട. തലസ്ഥാനത്തെത്തി മന്ത്രിമാരെ കണ്ടു, പിന്നാലെ ക്ലീൻ ചിറ്റും. സമസ്തയോട് വളരെ ബഹുമാന പുരസരം സുപ്രഭാതത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ കാണും, പക്ഷേ എന്താ പറയണേ, അത്യാവശ്യം സമൂഹത്തിൽ ഗുണം ചെയ്യുന്ന ഒരു വ്യക്തി, ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തി, ഗുഡ് ഉള്ള വ്യക്തി, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യരുത്. അതിന്റെ തമാശ എനിക്ക് തോന്നുന്നു മറുനാടനിലെ ശ്രീ ഷാജനാണ് പറഞ്ഞത്. കാസയ്ക്കും ഇതേ നിലപാടാണ്. കാസ പോലൊരു സംഘടനയോട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല സമസ്ത ഒരു മുഖ്യധാര റെസ്പെക്റ്റബിൾ സംഘടനയാണ്. നമ്മുടെ NSS-ഉം SNDP-യും ക്രിസ്ത്യൻ സംഘടനകളും തിരുസഭകളും ഒക്കെ പോലെ കാസ കുറെ കൂടെ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പാണ്. പക്ഷേ ഇവർക്കെല്ലാം പ്രത്യേകിച്ച് ഈ കാസ അടക്കമുള്ളവർക്ക് അവരെ എതിർപ്പ് വരുന്നതിന്റെ കാര്യം നമുക്കറിയാം. ഡോക്ടർ അനിൽ മുഹമ്മദ് എന്താ പറയണേ, വിശ്വാസിയാണ്, ഇസ്ലാം മതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. കാസയ്ക്ക് അവരോടുള്ള ദേഷ്യം മനസ്സിലാക്കാം. പക്ഷേ സുപ്രഭാതം ഒരു ടാർഗറ്റിംഗ് രീതിയിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും
ശരിയല്ല, അത് നന്മയല്ല. ആ വിഷയം സമസ്ത മാനേജ്മെന്റും സുപ്രഭാതവും പുനർചിന്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കൃത വിഭാഗങ്ങൾക്ക് വേണ്ടി, മുസ്ലിം സമൂഹത്തിന് വേണ്ടി, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി അതിശക്തമായ നിലപാട് എന്നും എടുക്കുന്ന ഒരാളാണ് ഡോക്ടർ അനിൽ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ, ജംഗ്ഷൻ ഹാക്ക് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ എനിക്കൊന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു പരിപാടിയെ ചൊരിപ്പിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അദ്ദേഹം ഏതെങ്കിലും ഒരു ഗംഭീരമായ സർക്കാർ വകുപ്പിൻ്റെ തലപ്പത്തെത്തി അതിനെ നല്ല രീതിയിൽ നയിച്ച് അതിനെ പ്രോഫിറ്റബിൾ ആക്കണം എന്നൊക്കെ വിശ്വസിക്കുകയും കഴിവുള്ളൊരു ഉദ്യോഗസ്ഥനാണ്, കഴിവുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, വളരെ പ്രൊഫൈലുള്ള അന്താരാഷ്ട്ര തലത്തിലടക്കം എക്സ്പോഷറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഡോക്ടർ അനിൽ മുഹമ്മദിനെ കുറിച്ച് ഈ ടാർഗറ്റഡ് വാർത്തകൾ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചെയ്യണമെന്ന് തോന്നുകയുണ്ടായി. എന്തായാലും ഡോക്ടർ അനിൽ മുഹമ്മദ് അതിശക്തമായി തിരിച്ച് ഗവൺമെൻറ് സർവീസിലേക്ക് വരട്ടെ. ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ നല്ല രീതിയിൽ, ടൂറിസം അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ നല്ല രീതിയിൽ നയിച്ച് നമ്മുടെ നാടിന് ഗുണമുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.